ചില ചോദ്യങ്ങൾ ഉണ്ട്. അത് ചില പ്രതിജ്ഞകളാണ്. ചിലത് നിങ്ങൾ ഉപേക്ഷിക്കുന്നു, ചിലത് സ്വീകരിക്കുന്നു, ചിലത് വിശ്വസിക്കുന്നു, ചിലത് അംഗീകരിച്ചു പോകുന്നു, ചിലത് ദൈവസഹായത്താൽ ചെയ്യുമെന്ന് പറയുന്നു, ചിലത് വാഗ്ദത്തം ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഇതുവരെ പഠിച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ അല്പം മുമ്പ് ഞാൻ പറഞ്ഞതും ദൈവത്തിൽ നിന്ന് നിങ്ങളെ പ്രബോധിപ്പിച്ചുമായ കാര്യങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ദേവാലയത്തിലാണ് അല്ലേ? ദേവാലയത്തിലാണ്, ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ദേവാലയത്തിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് ദേവാലയത്തിൽ ദൈവമക്കളുടെ മുമ്പിൽ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ പറയുന്നതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ആര് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം കേൾക്കുന്നു, ദൈവം നമ്മളെ കാണുന്നു. അപ്പോൾ ദൈവസന്നിധിയിലാണ് നമ്മൾ ഈ പ്രതിജ്ഞ ചെയ്യുന്നത്. ചോദ്യം ഇതാണ്. ഞാൻ ചോദ്യവും ഉത്തരവും നിങ്ങളോട് പറയും. ആൺകുട്ടികളും പെൺകുട്ടികളെയും വെവ്വേറെയായിട്ട് ഉത്തരം പറയണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ചോദ്യം: ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഞാനവയെ ഉപേക്ഷിക്കുന്നതാണ് ഉത്തരം പറയുന്നത്. ഒന്നുകൂടെ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ചോദ്യം പറയാം: ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാനവയെ ഉപേക്ഷിക്കുന്നു. നിങ്ങൾ പറഞ്ഞേ, ചേർന്ന് പറഞ്ഞേ. ഞാനവയെ ഉപേക്ഷിക്കുന്നു. നിങ്ങൾ പറഞ്ഞേ. അടുത്ത ചോദ്യം: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു എന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതിന് നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരം പറയണം. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ് ചോദ്യം. അതായത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. യേശു നമ്മുടെ രക്ഷകനാണ് അല്ലേ? യേശു എങ്ങനെ രക്ഷകനാകുന്ന? രക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷകൻ 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 എന്ന് പറഞ്ഞ അർത്ഥം, രക്ഷകൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? രക്ഷകൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? രക്ഷകൻ രക്ഷിക്കുന്നവൻ. രക്ഷകൻ രക്ഷിക്കുന്നവൻ അല്ലേ? യേശു രക്ഷകൻ എന്ന് പറഞ്ഞാൽ യേശു രക്ഷിക്കുന്നവൻ. ഓക്കെ, ഇവിടെ പറഞ്ഞാണ് യേശു എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ യേശു എന്നെ രക്ഷിച്ചു അല്ലേ? അതാണ് ചോദ്യം. യേശു എങ്ങനെ നമ്മുടെ രക്ഷകനായി തീരുന്നത് എങ്ങനെയാണ് അറിയാമോ? അതെങ്ങനെ രക്ഷിക്കും? ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട ആളെയാണ് രക്ഷിക്കേണ്ടത് അല്ലേ? ചുമ്മാ നല്ല വഴിയെ പോകുന്നവർക്ക് അപകടമൊന്നുമില്ലാതെ രക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെല്ലാവരും അപകടത്തിലായിരുന്നു അല്ലേ? ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട ആൾക്കാരായിരുന്നു. പാപം പോലെ നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാരായിരുന്നു അല്ലേ? പാപത്തിൻ്റെ ശമ്പളം മരണം, നിത്യമായ മരണമാണ് അല്ലേ? പാപത്തിൻ മൂലം നമുക്ക് ന്യായമായിട്ട് പറയേണ്ടിയിരുന്ന നിത്യശിക്ഷയിൽ നിന്ന്, മരണമാകുന്ന നിത്യശിക്ഷയിൽ നിന്ന് യേശു നമ്മളെ രക്ഷിച്ചു. അത് നമ്മൾ പഴയ നിയമം നമ്മൾ വായിച്ചുമ്പോൾ കാണാൻ സാധിക്കും. പാപത്തിൻ്റെ മോചനം യാഗങ്ങളിലൂടെയാണ് പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. പാപമോചനം എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്? യാഗങ്ങളുടെ, കാളകളെയും ആട്ടുകുറ്റന്മാരുടെയും അവരെ യാഗം കഴിച്ച് അവരുടെ രക്തം മൂലമാണ് എന്ത് ചെയ്തിരുന്നത്? പ്രായശ്ചിത്തം ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ പാപം വിമോചനം പ്രാപിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് പഴയ നിയമ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം നീതിമാനാണ്. അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവം നീതിമാനാകൊണ്ട് ആ നീതിമാന ദൈവം എല്ലാ മനുഷ്യരും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി ഒറ്റ യാഗം, അതിനാണ് പരമയാഗം എന്ന് പറയുന്നത്. എല്ലാ കാലത്തേക്കുമുള്ള ഒരു യാഗം ആരെ യാഗമായി നൽകി? ദൈവം തൻ്റെ പുത്രനെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി യാഗമായി നൽകി. നാം മരിക്കുന്നതിന് പകരം ഞാൻ ഏൽക്കുന്ന ശിക്ഷ ആര് ഏറ്റു? യേശു ഏറ്റു. നമ്മൾ 2 മാസം മുമ്പ് 1.5 മാസം മുമ്പ് എന്ത് ചെയ്തു? നമ്മളതിനെക്കുറിച്ച് ധ്യാനിച്ചതാണ്, കുരിശുമരണത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് കാണുന്നത്, ഞാൻ മരിക്കുന്നതിന് പകരമാണ് യേശു എന്ത് ചെയ്ത്? കുരിശിൽ യാഗമായി തീരുന്നത്. അപ്പോൾ നമുക്ക് അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ, എൻ്റെ പാപത്തിനും കൂടെ വേണ്ടിയാണ് യേശു കാൽവറിയിൽ യാഗമായി തീർന്നത് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ യേശു എൻ്റെ രക്ഷകനാക്കി. അതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നു. ഞാൻ സ്വീകരിക്കുന്നു. ഓരോരുത്തർ പറഞ്ഞേ.
ഓക്കെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിത്യാവിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചെല്ലാം. സർവശക്തനായ പിതാവായി ആകാശത്തെയും ഭൂമിയും കാണപ്പെടാനും ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകം പിതാവ് ദൈവം പ്രകാശം ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെടാൻ സർവുണ്ടായി അവൻ മനുഷ്യനായി നമുക്ക് മേടിച്ചു വിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി തീർന്നു. ദിവസപ്പിലാത്തോസിനെ കൃഷിപ്പെട്ടു അടക്കപ്പെട്ടു. ഗൃഹത്തിന് പ്രകാരം മൂന്നാം സുഹൃത്തിലേക്ക് കയറി പിതാവിന് വ്രതപാതിരിക്കും. അവനുള്ളവരെ മനുഷ്യരെ ന്യായപ്പാൻ മൊത്തത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകെ കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനോട് ബന്ധിക്കപ്പെട്ട വിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക് പോസിനെ വയസ്സിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമനുഷ്യമേ അനുസരിക്കുന്നു. മനുഷ്യരുടെ ബന്ധത്താൽ ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. സഭയ്ക്കിരിക്കാം. അടുത്ത ചോദ്യം, അതിൻ്റെ ഉത്തരം ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്നാണ് പറയേണ്ടത്. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യുമെന്ന്. ചോദ്യം ഇതാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? ചോദ്യം ഒന്നുകൂടെ പറയാം. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹിതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നാളൊക്കെയും നടക്കുകയും ചെയ്യുമോ? ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും. ചേർന്ന് പറഞ്ഞേ. നിങ്ങൾ ചേർന്ന് പറഞ്ഞേ. ചെയ്യും. അടുത്ത 3 ചോദ്യങ്ങൾക്ക് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് ഉത്തരം. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്ന്. കർത്തൃ ദിവസത്തിൽ, അതായത് വിശുദ്ധ ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ ക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ എന്നാണ് ചോദ്യം. അതായത് എല്ലാ ഞായറാഴ്ചകളിലും ദേവാലയത്തിൽ വന്ന് ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ വിശുദ്ധ സംസർഗത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുമോ എന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറയാം. കർത്തൃ ദിവസത്തിൽ നിങ്ങളുടെ ക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. ചേർന്ന് പറഞ്ഞേ. തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? അതായത് മുമ്പ് ചോദിച്ചപ്പോൾ പലരും എന്ത് ചെയ്യുന്നില്ല, വേദോസം അത്ര കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, വായിക്കുന്നില്ല. പ്രാർത്ഥനയും ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ. ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെയല്ല, എല്ലാ ദിവസവും എന്ത് ചെയ്യും? വേദോസം വായിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതാണ് ആ ചോദ്യം. നിങ്ങൾ വാഗ്ദത്തം ചെയ്യുകയാണ്. ഒന്നുകൂടെ ഞാൻ ചോദ്യം പറയാം. തിരുവചനം, അതായത് വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. അടുത്ത ചോദ്യം, നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? എന്നാണ്. അതായത് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ സ്തോത്രാഴ്ച ഇടുന്നതും പാവങ്ങളെ സഹായിക്കുന്നതും രോഗികൾക്ക് സഹായം ചെയ്യുന്നതും മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുന്നതും അതുപോലെ സഹായിക്കുന്നതും മറ്റ് പാവങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഉദവികളും സഹായങ്ങളെല്ലാം ഏതിൽ പെടുന്നു? ദൈവവേലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുക എല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു. ചോദ്യം ഇതാണ്: നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്കായി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. പറഞ്ഞേ. അടുത്ത ചോദ്യോത്തരമായി ഞാൻ സമ്മതിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ സമ്മതിക്കുന്നു എന്ന്. ചോദ്യം ശ്രദ്ധയോടെ കേൾക്കുക. ക്രൂശിക്കപ്പെട്ടു പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുക എന്നാണ് എൻ്റെ ചുരുക്കം, അല്ലേ? നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ വിശ്വസിക്കുന്ന തിരുവചന സത്യങ്ങൾ, നമ്മൾ പഠിച്ച തിരുവചന സത്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ എല്ലാ സമയത്തും ജീവിക്കുമെന്നാണ് ചോദ്യം എന്നോട് പറയാം. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കൊടിക്കീഴിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ഞാൻ സമ്മതിക്കുന്നു. ചേർന്ന് പറഞ്ഞേ. പ്രിയരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിനും തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനുള്ള നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഏറ്റു പറഞ്ഞുവല്ലോ. നിങ്ങളിപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാർത്ഥിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. മുട്ടുകുത്തിക്ക്.
അവിടെ തന്നെ മുട്ടുകുത്തിക്ക്. ഒരു സമർപ്പണ പ്രാർത്ഥനയാണ്. അത് ചൊല്ലിത്തരുമ്പോൾ എൻ്റെ പിന്നാലെ നിങ്ങളത് ചൊല്ലണം. നമ്മൾ ദൈവമുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. സ്ഥിരീകരണാർത്ഥികൾ സമർപ്പണ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ചൊല്ലണം. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല, നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ് നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിന്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീകളുടെ വേൽപ്പാനുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവർ ചെറുപ്പം മുതലേ പഠിച്ചതായ തിരുവചന സത്യങ്ങൾ, സൺഡേ സ്കൂളിൽ അവർ പഠിച്ചതായ തിരുവചന സത്യങ്ങൾ, പ്രത്യേകിച്ച് സ്ഥിരീകരണത്തിനായിട്ട് അവർ പ്രത്യേകം ഒരുക്കത്തിൻ്റെ ഭാഗമായി അവർ പഠിച്ച കൽപ്പനകൾ, പ്രമാണങ്ങൾ, മറ്റനേക വിശ്വാസ സത്യങ്ങൾ, അതെല്ലാം അനുസരിച്ച് ദൈവപക്ഷം ചേർന്ന് നിൽപ്പാൻ, ജീവിപ്പാൻ അവരിപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റെടുത്തതുപോലെ കർത്താവിനെ സാക്ഷികളായി നിൽപ്പാൻ ജീവിതത്തിന് എല്ലാ കാലത്തും വരെ പ്രാപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ സ്വന്തമായ ശക്തിയിൽ അതവർക്ക് സാധ്യമല്ലല്ലോ. അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ശക്തിയിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഈ കുഞ്ഞുങ്ങളെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകരപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ വരികയും വിശ്വാസത്തിൽ അവർ ബലപ്പെട്ടു പോകുന്നതിനും ജ്ഞാനത്തിലും വിവേകത്തിലും അവർ വളരേണ്ടതിനും ആത്മാവിലും ശക്തിയിലും അവർ പരിപാലിക്കപ്പെടേണ്ടതിനും പരിജ്ഞാനത്തിലും ദൈവഭയത്തിലും അവർ ജീവിക്കേണ്ടതിനും എല്ലാ ദിവസവും ദൈവപക്ഷം ചേർന്ന് നടക്കേണ്ടതിനും ദൈവത്തിൻ്റെ ധാരാളമായ കൃപ ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഏതാനും നിമിഷങ്ങൾ നമുക്ക് മൗനമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടിയുള്ള അപേക്ഷയാകുന്ന 414 കീർത്തനം. സഭയുടെ പ്രാർത്ഥനയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടിയുള്ള സഭയുടെ പ്രാർത്ഥനയാകുന്ന 414 കീർത്തനം നമുക്ക് ഈ സമയത്ത് പാടി പരിശുദ്ധാത്മാവിനെ ഈ പ്രിയമക്കളുടെ മേൽ പകരണമേ, കൃപ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ 1-2 ചരണങ്ങൾ ഞാൻ തനിയെ പാടും. 3-4 ചരണങ്ങൾ സഭാമക്കൾ ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പാടണം. ആശ്വാസം ജീവൻ സ്നേഹത്തി നിത്യമാം പ്രകാശമൂല മാറ്റുകയിരുൾ ആശേഷ
ശുദ്ധാത്മാ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഈ പ്രിയമക്കളുടെ മേൽ ചൊരിയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഗായസംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. കുട്ടികളത് പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കട്ടെ. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ സഭാമക്കൾ ഗായകസംഘത്തോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ, പരിജ്ഞാനത്തിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കുട്ടികളെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സഭാമക്കളെല്ലാവരും ഗായകസംഘത്തോടൊപ്പം ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണം എന്ന് ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സഭാമക്കൾ ഗായകസംഘത്തോടൊപ്പം ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണം. കർത്താവേ, നിന്റെ ഈ ദാസൻ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ.
കർത്താവേ, നിന്റെ ഈ ദാസി എന്നേക്കും നിനക്കളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ വിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തണമേ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടം ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടനിലേക്കണമേ. എന്തെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനും നിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ടുള്ള ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ പിതൃക്കരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടെ നിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളുടെ ആയുസ് നാളൊക്കെ നിന്നെ സേവിക്കുകയും നിന്നോടുകൂടെ എന്നേക്കും വസിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വചനത്തിന്റെ അറിവിലും അനുസരണത്തിലും ഇവരെ നടത്തണമെന്ന് ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. ഇപ്പോൾ ബഹുമാനമുള്ള ഇടപെട്ടക്കാരൻ ഇന്ന് സ്ത്രീകരണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ്. സ്വീകരണ വചനങ്ങൾ അച്ഛൻ ചൊല്ലിത്തരും. അപ്പോൾ സഭാമക്കളെല്ലാവരും ചേർന്ന് കായിക സംഘത്തോടൊപ്പം അത് ചൊല്ലണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സ്ത്രീകരണം കഴിഞ്ഞ കുട്ടികളത് ചൊല്ലേണ്ടതില്ല. സ്ത്രീനാർത്ഥികൾ ഇപ്പോൾ അങ്ങോട്ട് സഭയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കാം, അങ്ങോട്ട് തിരിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അച്ഛൻ സ്വീകരണ വചനങ്ങൾ ചൊല്ലിത്തരും. സഭാമക്കൾ കായിക സംഘത്തോടൊപ്പം അത് ഏറ്റു ചൊല്ലി ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കാം. സെന്റ് പോൾസ് CSI ഇടവക അംഗങ്ങളായ ഞങ്ങൾ സഭയുടെ പൊതുജീവിതത്തിൽ ഞങ്ങളോടുകൂടെ പങ്കുകൊള്ളുവാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിന് ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി നൽകുമെന്ന് ഉറപ്പു തരുന്നു. നാം എല്ലാവരും ആത്മാവിന്റെ ഐക്യതയിൽ ഇവിടെ ഭൂമിയിൽ തന്നെ സേവിച്ചിട്ട് സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കേണ്ടതിന് ദൈവം നമ്മളെ കൃപ കൊണ്ട് നൽകുമാറാകട്ടെ. ആമേൻ. കുട്ടികളെ കൊണ്ട് തിരിഞ്ഞു നിന്നാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാനും നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഭയ്ക്കിരിക്കാം. വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ കൈശ്വരി കൊടുക്കുന്നുണ്ടോ? കൈശ്വരി അല്ലേ? കൈശ്വരി കൊടുക്കുന്ന പറഞ്ഞാൽ കൈശ്വരി നമ്മൾ കൊടുക്കുമ്പോൾ വലത് കൈപ്പത്തി കൈക്കുള്ളിൽ വരത്തക്ക ഇതിലാണ് പിടിക്കേണ്ടത്. വലത് കൈപ്പത്തി കൈക്കുള്ളിൽ വരത്തക്ക ഇതിൽ പിടിക്കുക. എന്നിട്ട് കൊടുക്കുന്ന ആൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറയണം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കണം. വാങ്ങുന്ന ആൾ ആമേൻ എന്ന് പറയണം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമെന്നോ ക്രിസ്തുവിൻ്റെ സമാധാനമെന്നാണ് പറയേണ്ടത്. കൈശ്വരി കൊടുക്കുമ്പോൾ വലത് കൈക്കുള്ളിൽ വരത്തക്ക രീതിയിൽ പിടിക്കുകയും ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞ് കൊടുക്കുകയും വാങ്ങുന്നവരെ ആമേൻ എന്ന് പറഞ്ഞ് വാങ്ങുകയും വീണ്ടും അവർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് വിശുദ്ധ സംസ്കൃത ശുശ്രൂഷയുള്ള ഞായറാഴ്ചകളിൽ കൈശ്വരി കൊടുക്കുമ്പോഴുള്ള അനുഷ്ഠാന വചനങ്ങൾ. പഴയ കാലങ്ങളിൽ നമ്മൾ ആദിമസഭയിൽ നോക്കും വളരെ വളരെ പ്രത്യേകമായി ആചരിച്ചു വന്നിരുന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമായി ചെയ്തിരുന്ന ഒരു അതിശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് അത് കൈശ്വരി നൽകുക എന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ
അതിനെ മനസ്സിലാക്കുകയും കൊടുക്കുകയും ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കും. ഇന്ന് നിങ്ങൾക്ക് ആദ്യമേ അത് തരികയാണ്. ഞാൻ തന്നെ നിങ്ങൾ എല്ലാവർക്കും തരും, നിങ്ങളത് വാങ്ങണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കും. ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദര സ്നേഹത്തിൻ്റെ അടയാളമായി നാം നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ കൈസ്വരി നൽകുന്നു. വന്നാട്ടെ കൈ തെളിച്ച് ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ദൈവത്തിൻ്റെ ദിവ്യ ആമേൻ എന്ന് പറയാം. ആമേൻ. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. 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 രണ്ട് കൈ കൊണ്ട് പിടിച്ച് ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ദൈവത്തിൻ്റെ കൈ തെളിച്ച് ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥിരീകരണ കാർഡുകൾ അച്ഛൻ പേര് വായിക്കുമ്പോൾ വാങ്ങണം എന്ന് ഓർപ്പിക്കുന്നു. സ്ഥിരീകരണ കാർഡുകൾ എന്ന് പറയുന്നത് അത് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റാണ്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ പേരുണ്ട്, അതുപോലെ തന്നെ കൺഫർമേഷൻ കഴിഞ്ഞ തീയതിയുണ്ട്, ആദ്യം കമ്മ്യൂണിയൻ സ്വീകരിച്ച തീയതിയുണ്ട്. ഭാവിയിൽ നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കാർഡ് ആവശ്യമായി വരും. അതുകൊണ്ട് അത് പ്രത്യേകമായി നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. അതോടൊപ്പം തന്നെ ചെറിയൊരു പ്രാർത്ഥന അതിനകത്തുണ്ട്. ആ പ്രാർത്ഥന എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനോട് ചേർന്ന് സ്വന്തം വാചകങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാർഡ് വാങ്ങിക്കൊണ്ട് പോവുകയും കൃത്യമായി സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും. അഭിനവ് ദൈവം അനുഗ്രഹിക്കട്ടെ. എൽദോസ് ദൈവം അനുഗ്രഹിക്കട്ടെ. അമലാമോൾ എൽദോസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആതിര. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏഞ്ചൽ ബിജു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൽദോസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സിന്ധു എൽദോസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം.